അവളെ കാലിൽ വിളിച്ചിട്ട് എന്റെ ജീൻസിങ്ങനെ വിളിച്ചിട്ട് ഇതിങ്ങനെ ആക്കി. നമസ്കാരം, ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്. വൻ പ്രശ്നമാണല്ലേ ലൈവിൽ നടക്കുന്നത്. ആദ്യം ഞാനൊരു കാര്യം പറയാം. ഈ ഒരു പ്രശ്നം സത്യം പറഞ്ഞാൽ ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അങ്ങ് പെട്ടെന്ന് അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരു സംഭവമല്ല. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത് അനുമോൾ. മനസ്സിലായോ? വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. രണ്ടുപേരുടെ ലൈഫാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തിരിച്ച് ഈ പറയുന്ന ആര്യനും തിരിച്ചു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അനുമോളിനെ കുറിച്ചും നടത്തിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത്, എവിടെ നിന്നാണ് ഉത്ഭവം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം. മനസ്സിലായോ? ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ക്ലിപ്പുകളും വെച്ച് തരുന്നുണ്ട്. അതായത് ഇതിന്റെ ഉത്ഭവം ഇന്നലെ രാത്രി തന്നെ അനുമോള്, അതായത് ആര് വരും മുമ്പേ, ഈ വൈൽഡ് കാർഡുകൾ വരുന്നതിന് മുമ്പേ തന്നെ അനുമോള് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സംഭവം പറയുന്നുണ്ട്. ഈ ഒരു സംഭവം അത് വൈൽഡ് കാർഡ് വന്നതിന് ശേഷം എന്തായാലും ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം പറഞ്ഞത് അല്ലെ. ഇന്നലെ രാത്രി അനുമോള് വന്ന് ഈ ഷാനവാസ് അവരൊക്കെ കൂടി നിൽക്കുന്നിടത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം. ഈ പറയുന്ന പുതപ്പിനിടയിൽ ഈ പറയുന്ന ആര്യനും നമ്മുടെ ജിസൈലും തമ്മിൽ വേണ്ടാത്തത് ചെയ്യുന്നു. അതായത് കിസ് അടിക്കുന്നത് ഞാൻ കണ്ടു, ആദ്യം എൻ്റെ തെളിവില്ലായിരുന്നു, ഞാൻ കണ്ടു എന്ന് അനുമോള് പറയും. ഓക്കെ, ഇന്ന് നടന്ന സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ ഒരു അടി നടക്കുന്നുണ്ട്. അതായത് ആര്യനും ഈ പറയുന്ന നമ്മുടെ മസ്താനിയും തമ്മിലൊരു വന്നൊരു അടി നടക്കുന്നുണ്ട്. ഈ അടിയുടെ ഇടയിൽ മസ്താനി പല ആവർത്തിച്ച് വിളിച്ചു പറയുന്നു പുതപ്പിനിടയിൽ നമ്മൾ കണ്ടു, പുതപ്പിനിടയിൽ എന്നൊക്കെ പറയുമ്പോഴൊന്നും ഇവിടെ ആർക്ക് പ്രശ്നമില്ല. ഇവിടെ ആര്യൻ അതൊന്നും പ്രശ്നമില്ല. ഈ പറയുന്ന മസ്താനിയെ ചോദ്യം ചെയ്യുന്നുമില്ല. കണ്ടല്ലോ, മസ്താനി എന്താണ് പുതപ്പിനിടയിൽ നിന്ന് വ്യക്തമായിട്ട് ചോദിക്കുന്നില്ല. അവൻ അറിഞ്ഞാത്തല്ല. അവൻ പിന്നീട് പറയുന്നുണ്ട് പുതപ്പിനിടയിൽ ഞാനും ജിസൈലും തമ്മിൽ എന്തോ ആണെന്ന് മസ്താനി ഇവിടെ വന്ന് എന്നെ പറഞ്ഞു എന്ന് ആര് പറയുന്നുണ്ട്, ആര്യൻ പറയുന്നു. അപ്പൊ മസ്താനി പുറത്തുനിന്ന് വന്ന ഒരു കക്ഷിയാണ്. എന്തുകൊണ്ട് മസ്താനിയുടെ അടുത്ത് ഈ അനുമോളുടെ അടുത്ത് കാണിച്ചതുപോലെ എന്തുകൊണ്ട് മസ്താനിയുടെ അടുത്ത് കാണിച്ചില്ല എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഇത് കംപ്ലീറ്റ് കണ്ടിട്ട് അഭിപ്രായം പറയണം. എനിക്ക് ഇതിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പോ ഇന്ന് നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അനുമോള് പറയുന്നതനുസരിച്ച് പലപ്പോഴും പോകുമ്പോൾ ഇവന്റെ കാലിൽ ചവിട്ടുകയും പിടിച്ചിങ്ങനെ ഷോൾഡർ കൊണ്ടിരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷവും എന്ത് ചെയ്യുന്നു, ഞാൻ ചോദിക്കുമ്പോൾ അവൻ തമാശ പോയിട്ടില്ല, അയ്യോ എപ്പോ എങ്ങനെ, ഇത് നമ്മൾ ഒരുപാട് ആവർത്തി കണ്ടതാണ് ആണല്ലോ. ഇത് അവള് പറയുന്നുണ്ട്. ഇന്ന് ഈ പറയുന്ന അക്ബർ, ഈ നമ്മുടെ ബിന്നി, നമ്മുടെ ജിഷിൻ, ഇങ്ങനെയുള്ളവരൊക്കെ കൂടിയിരിക്കുമ്പോ ഈ ആര്യനൊക്കെ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ അനുമോൾ അവിടെ നടന്നു പോകുന്നു. അപ്പൊ ഇവൻ ചവിട്ടിയന്റെ ഈ സംഭവത്തിൽ അനുമോള് അവിടെ ദേഷ്യപ്പെട്ട് നോക്കുന്നു. അപ്പൊ അവള് പറയുന്നു പോടി എന്ന് പറയുന്നു. ഇവൻ പറഞ്ഞു പോടാ എന്ന് ഇവള് പറയുന്നു. ഉടനെ പോടാ തെണ്ടിന്ന് അങ്ങനെ നാറിയെന്ന് അങ്ങനെ എന്തോ പറയുമ്പോ ഇവ ഉടനെ എടുത്ത് അവളെ അമ്മയ്ക്ക് വിളിക്കുന്നു. ഓക്കെ, എടുത്ത് അവളെ നിന്റെ അമ്മയെ പോയി വിളിക്കുന്ന അങ്ങനെ എന്തോ പറയുന്നുണ്ട്. ഈ പറയുന്ന നമ്മുടെ അനുമോളെ പറയുന്നുണ്ട്. അനുമോൾ അതിൽ ട്രിഗർ ആയിട്ട് അനുമോൾ വന്ന് പറയാൻ അലവലാതി എന്ന് 2-3 പ്രാവശ്യം വിളിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കാണുന്നുണ്ട്, നമ്മുടെ ഞാൻ ഇവിടെ എല്ലാം കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ട്രിഗർ ആവാൻ കാരണം അനുമോളുടെ അമ്മയ്ക്ക് വിളിച്ചതാണ്. മനസ്സിലായോ? അനുമോളുടെ അമ്മയെ ചേർത്ത് ചീത്ത വിളിച്ചതിലാണ് ഇവിടെ അനുമോൾ ട്രിഗർ ആയത്. ഇതിനുശേഷം ഇത് പറഞ്ഞതിന് ശേഷം അനുമോൾ അവിടെ പോകുന്നു. അപ്പോ ജിഷിനും ഇവരും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ തുടക്കമിടുന്നത് ആര്യനാണ്. ആര്യൻ പറയുന്നു എന്താണ്, ഇവൾ എന്നെ വളയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, പലവട്ടവും വളയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ഒരു സംഭവം പറയുന്നുണ്ട്. അനുമോൾ കാണിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. ആ ക്ലിപ്പ് നിങ്ങളൊന്ന് കാണണം. ഓക്കെ, ഞാൻ വന്ന് ഫസ്റ്റ് ഡേ അവളെ കാലിൽ വിളിച്ചിട്ട് എന്റെ ജീൻസിങ്ങനെ വിളിച്ചിട്ട് ഇതിങ്ങനെ ആക്കി. ഇത് നിങ്ങൾ കണ്ടോ? ഇതവൻ പറയുന്ന വെച്ചാൽ അനുമോള് എന്നെ വളയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക മാത്രമല്ല, എന്റെ കാലിൽ ഫസ്റ്റ് വീക്ക് വന്ന് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന അവന്റെ ആ പാന്റിന്റെ അവിടെ കാലുകൊണ്ട് ചവിട്ടി മേളിലോട്ട് പൊക്കി എന്ന് ആര് പറയുന്നുണ്ട്, ഈ പറയുന്ന ആര്യൻ ആരെടുത്ത് പറയുന്നുണ്ട്, അപ്പാനിയുടെ അടുത്ത് പറയുന്നുണ്ട്. അതിന് തെളിവുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അവിടെ അപ്പാനിയുടെ അടുത്തുള്ള ജിഷിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ജിഷിൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ പറയാതെ എനിക്ക് മുമ്പേ അറിയാമെന്നുള്ളത്, ഇതിന് തെളിവിട്ട് പറയാവൂ എന്ന് പറയുമ്പോൾ ഇവൻ പറഞ്ഞു ഇല്ല, അവൾ എന്നെ പലപ്പോഴായിട്ട് വളയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അവൾക്ക് ഭയങ്കര ജലസാണ്, ഞാൻ ഇവളുടെ അടുത്ത് ജിസൈലിന്റെ അടുത്ത് മിണ്ടുന്നത് അവൾക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇവൾക്ക് പ്രശ്നമില്ല ഞാൻ അവളുടെ അടുത്ത് മിണ്ടുന്നത്. അതായത് ഇവൻ പറഞ്ഞു വരുന്നത് ഈ രണ്ടുപേരും എന്നെ വളയ്ക്കുകയാണ്, ഞാൻ കാമദേവനാണ്, അത് ഈ രണ്ടുപേരും എന്നെ വളയ്ക്കുന്നു. പക്ഷെ ജിസൈൽ എന്ത് ചെയ്ത്, ഞാൻ അങ്ങോട്ട് പോകുന്ന ജിസൈലിന് പ്രശ്നമില്ല, ഇവന് പ്രശ്നമാണ്, ഇവൾക്ക് പ്രശ്നമാണ് എന്ന് ഈ പറയുന്ന ആര്യൻ അവിടെ പറയുമ്പോൾ നമ്മുടെ ഇവൻ ചോദിക്കുന്നു, ജിഷിൻ ചോദിക്കുന്നുണ്ട് അപ്പം നീ അങ്ങോട്ട് തിരിച്ചു കാണിക്കുന്നതോ, അത് ഞാൻ കാണിക്കുന്ന തമാശയാണ്. അപ്പൊ ജിഷിൻ ചോദിക്കുന്ന വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നീ കാണിക്കുന്ന തമാശയും അവള് കാണിക്കുമ്പോൾ അതെങ്ങനെ ഫ്ലർട്ടിങ്ങും ആവും
എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതവിടെ കഴിഞ്ഞു. അവിടെ ഒരു സത്യമായി ഇതിന്റെ ഇടയിലെല്ലാം നാരദനായിട്ട് കളിച്ച വെളിപ്പിരിവ് മാത്രം ഇടുന്ന ഒരു ശകുനി ഇതിനകത്തുണ്ട്. അത് മറ്റാരുമല്ല, ബിന്നിയാണ്. ബിന്നി ഇതിനകത്ത് പറയുന്നത്, ബിന്നി ആദ്യം പറയുന്നത് എങ്ങനെയാണ്, ഞാൻ കണ്ടിട്ടുണ്ട് ഇവര് ഈ തുടക്കം മുതൽ നമ്മൾ കാണുന്നില്ല, ഇവരെ നോട്ടവും എടുക്കവും ഒക്കെ കാണുന്നതില്ല, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. നോട്ട് ദ പോയിന്റ്, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ഈ പറയുന്ന അനുമോൾക്ക് ഇവനോട് ഒരു ഇഷ്ടമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് ബിന്നി അവിടെ വെച്ച് പറയുന്നു. ഓക്കെ, അവിടെ വെച്ച് ട്രിഗർ ആകുന്നു. ഈ സംഭവം ഇങ്ങനെ ചർച്ച ഇങ്ങനെ കൂടി വരികയും ഇത് അനുമോൾ അറിയുന്നു. അനുമോളെടുത്ത് ആരോ ചെന്ന് പറയുന്നു. ആ സമയത്ത് അനുമോൾ അവിടെ വന്ന് നിൽക്കുന്നു. ഈ എല്ലാവരും വന്ന് കൂടുന്നു. നമ്മുടെ നിലവിലെ ക്യാപ്റ്റനായ നെവിൻ അനുമോളെ വിളിച്ചിട്ട് സംസാരിക്കണമെന്ന് പറയുമ്പോഴാണ്, ഇതെല്ലാരും കൂടി നിർബന്ധിക്കുമ്പോഴാണ് അനുമോൾ പറയുന്നത് എന്താണ്, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. എന്റെ അമ്മയ്ക്ക് വിളിച്ചപ്പോ ഇവ ആദ്യമേ പറഞ്ഞു, ഞാൻ നിന്റെ അമ്മയ്ക്ക് വിളിച്ചത് നീ ഈ ഒരു വിഷയം പറഞ്ഞത് കൊണ്ടാണ് നിന്റെ അമ്മയ്ക്ക് വിളിച്ചത് എന്നാണ് ഈ പറയുന്ന ആര്യൻ അവിടെ പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, പോടാന്ന് വിളിച്ചു. അവൻ പോടിയെന്ന് വിളിച്ചു, ഇവള് പോടാന്ന് വിളിച്ചു, നീ പോടാ നാറിയെന്ന് അങ്ങനെ എന്തോ ഇവള് വിളിച്ചു. ആ സമയത്താണ് നിന്റെ അമ്മ വിളി എന്നുള്ള കേസ് ഇവൻ പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ എല്ലാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഈ ഒരു ഫൈറ്റ് നടക്കാൻ സമയത്ത് ഈ രണ്ടുപേരുടെ ഭാവിയാണ് ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. ഇനി എന്തുകൊണ്ട് ഇവൾക്ക് ഇത് പറയാനുള്ള ധൈര്യം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ അടിയിൽ പുറത്തുനിന്ന് വന്ന നമ്മുടെ മസ്താനി കൃത്യമായിട്ട് പറയുന്നുണ്ട്, പുതപ്പിനടിയിൽ. അപ്പോൾ ഞാൻ കണ്ടത് അല്ലെങ്കിൽ ഞാൻ സംശയിച്ചത്, പുറത്തുള്ള ആൾക്കാരൊക്കെ കണ്ടു, പ്രേക്ഷകർ കണ്ടു, പുറത്തുനിന്ന് വന്ന 5 പേര് ഇതിന് സപ്പോർട്ടാണ്. ഈവൻ ലക്ഷ്മി ഉൾപ്പെടെ പറയും, നമുക്കറിയാം, നമ്മൾ കണ്ടു, എന്താണ് അവിടെ നടന്നതെന്ന് നമുക്ക് ഊഹിച്ചൂടെ, അപ്പൊ അത് നീ ഇനി എന്താണ് കൂടുതൽ തെളിവൊന്നും കൊടുക്കാൻ വേണ്ടി നിൽക്കണ്ട എന്ന് ലക്ഷ്മി പിന്നെ പറയുന്നുണ്ട്. അപ്പൊ 5 പേര്, പുറത്തുനിന്ന് വന്ന 5 പേർക്കും ഇതേ അഭിപ്രായമാണ്. ഇവര് പുതപ്പിനുള്ളിൽ കാണിച്ചത് വൃത്തികേടാണ് എന്നുള്ളത് 5 പേർക്കും അറിയാം. ഓക്കെ, അപ്പോ ഇവിടെ സംസാരിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ ട്രിഗറായി ഇവളെ പിടിച്ച് തള്ളുന്നത്. മനസ്സിലായോ? അതും കൂടി വെക്കാം. പുതപ്പിനിടയിൽ പെണ്ണും ചെറുക്കനും കൂടി കാണിക്കാൻ പാടില്ലാത്ത വൃത്തികേടുകളാണ് അവിടെ കാണിച്ചത് എന്നുള്ളതാണ്. ഇനി പുതപ്പിനിടയിൽ എന്താണ് കാണിച്ചത് എന്നുള്ളതും ഞാൻ ഇവിടെ വെക്കാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതാണ് മുമ്പ് വന്ന ക്ലിപ്പ്. അവളുടെ പറയുന്ന ഇത് കാണാതിരുന്നപ്പോൾ, അവളുടെ കിറ്റ് കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എടുത്ത കിറ്റാണ്. ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കേസ് മറ്റൊന്നുമല്ല, ഇവർ വരുന്നുമ്പ് ഈ പുതപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അനങ്ങുന്നുണ്ട്. അതുമല്ല, ഇവർ രണ്ടുപേരും മുഖാമുഖം ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതാണ് നമ്മൾ കണ്ട ക്ലിപ്പ്. പക്ഷെ അനുമോൾ ഇവിടെ പറയുന്നത് ഈ ക്ലിപ്പിനെ കുറിച്ചല്ല. അന്ന് അനുമോൾ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, നീ എന്തിന് പാതിരാത്രി ഉറങ്ങിക്കിടന്നവരെ എന്തിനു വിളിച്ചുണർത്തി എന്ന് അനുമോളെടുത്ത് ചോദിക്കും. അനുമോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഉറങ്ങുകയായിരുന്നു. നിങ്ങൾ ആ ക്ലിപ്പ് എടുത്ത് ഒന്നും കൂടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുകയായിരുന്നു. അനുമോൾ അവിടെ ഇവർ തമ്മിൽ കിസ് ചെയ്യുകയാണെന്നല്ല പറഞ്ഞത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയില്ലേ, ഞാൻ കണ്ടതാണ് നിങ്ങൾ തമ്മിൽ പുതപ്പിനിടയിൽ സംസാരിക്കുന്നത്. അവിടെ അനുമോൾ പറഞ്ഞത് നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണ് എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ ഒരു ഉത്തരമില്ല. ജിസേലിനോ ഈ പറയുന്ന ആര്യനോ അവിടെ ഒരു മറുപടി ഇല്ലായിരുന്നു. മനസ്സിലായി? നമ്മൾ കണ്ടു, ഇവള് വിളിക്കുന്ന മുമ്പ് ഈ പുതപ്പ് ഇങ്ങനെ കടന്ന് അടങ്ങുന്നത് കണ്ടു. മനസ്സിലായി? ഇവിടെ ഞാൻ കരുതി ഈ പറയുന്ന ആര്യൻ പറയുമായിരിക്കും, അത് നീ ഈ പറയുന്ന കിറ്റ് എടുക്കാൻ പോകുന്നത് നമ്മളെ കണ്ടു, അതിനെക്കുറിച്ച് നമ്മൾ അവിടെ സംസാരിച്ചതാണ് എന്ന് പറയുമായിരുന്നു എന്ന് ഞാൻ കരുതി. പക്ഷെ ആര്യൻ അവിടെ പറഞ്ഞത് അങ്ങനെയല്ല, നമ്മൾ ഉറങ്ങുകയായിരുന്നു. അത് കള്ളമാണ്, അവർ ഉറങ്ങുകയായിരുന്നില്ല. മനസ്സിലായോ? ഈ പറയുന്ന നമ്മുടെ അനുമോള് അവിടെ ചെന്ന് ഈ പുതപ്പ് മാറ്റുമ്പോഴേക്ക് പുതപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അനങ്ങുന്നുണ്ട്. അത് നിങ്ങളുടെ ആ ക്ലിപ്പിൽ കൃത്യമായിട്ട് കാണാം. ഇതല്ല, സൂം ചെയ്ത ക്ലിപ്പിംഗ് ഉണ്ട്, അത് കിട്ടുകയാണെങ്കിൽ ഞാൻ വെക്കാം. ഇതാണ് ഈ സംഭവം. ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, ഉടനെ നമ്മുടെ നിലവിലെ ക്യാപ്റ്റനായ നെവിൻ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്നു. എല്ലാവരുടെ അടുത്തും വന്ന് എന്ത് പറയുന്നു, ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പറയുന്നു. അനുമോൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. അനുമോള് എന്ത് പറയുന്നു, ഞാൻ 1 2 പ്രാവശ്യം കണ്ടു, ഞാൻ ഉറങ്ങിയില്ലായിരുന്നു, ഞാൻ ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് അവിടെ കിടന്നതിന് കൃത്യമായിട്ട് കാണാം, ഇവർ തമ്മിൽ ഉമ്മ വയ്ക്കുന്നത് ഞാൻ കണ്ടു എന്ന് അനുമോൾ പറയുന്നു. അതിനുശേഷം ജിഷൻ വന്നൊരു ജിഷൻ വന്ന് പറയുന്നു, നമ്മളും ഇത് കണ്ടതാണ്. മസ്താനിയും അതിനെ കൂട്ടുപിടിക്കുന്നു, മസ്താനിയും ഞാൻ കണ്ടതാണ് എന്ന് പറയുന്നു. ഇവിടെ ഈ പറയുന്ന ആരാണ് നമ്മുടെ ഇവരുടെ ഒറ്റ സുഹൃത്തായി നിൽക്കുന്ന ഒരു സൈത്യ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ടല്ലോ, അവൾ ഇവിടെ ഡബിൾ സ്റ്റാൻഡ് കളിക്കാനുള്ള ഒരു കാരണമുണ്ട്. കാരണം അവളും ഇതുപോലെ പുതപ്പിനിടയിൽ പോയി ഇരുന്നിട്ടുണ്ട്. അപ്പൊ അത് തന്റെ പേരിലേക്കും വരുമെന്നുള്ള ഭയം കൊണ്ടായിരിക്കാം, അല്ലെങ്കിലും ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ഒരു കക്ഷിയാണ്. ഇതും കൂടി ആയപ്പോ അവൾക്ക് ഒരു വൈരാഗ്യം അനുമോളുടെ അടുത്ത് ഉള്ളിലുണ്ട്. അത് കൊണ്ടുപോയി ഈ ആദിലേരെ
ഇതിലോട്ട് കുത്തിവെക്കാൻ വേണ്ടി നോക്കുന്നുള്ളൂ. ഓക്കെ, ഇവിടെയൊക്കെ ശരി. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഈ പറയുന്ന ആര്യൻ വന്ന് പറയുന്നത്, ആര്യൻ വന്നിട്ട് ശൈത്യയെ വിളിച്ചിട്ട് നിനക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ശൈത്യയുടെ അടുത്ത് ചോദിക്കുന്നു. അതുപോലെ തന്നെ നെവിന്റെ അടുത്ത് ചോദിക്കുന്നു. അവർ നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നി ഉള്ളതല്ല ഇവിടെ സംസാരിച്ചത്. ഇവിടെ സംസാരിച്ച അനുമോള് മാത്രം രാത്രി കണ്ടു എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ചാണ്. ഓക്കെ, ഇവിടെ അതിനുശേഷം ആര്യൻ അതിനുശേഷം ഇവിടെ അവർ വേറൊരു കളി കളിക്കുന്നുണ്ട്. അതായത് ജിസേൽ പറയുന്നുണ്ട്, നീ എങ്കിൽ വന്ന് പറ, ഇതിങ്ങനെ കാണിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് കിറ്റ് ചെയ്ത് പോകാം എന്ന് പറയുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതൊരു ഞാൻ വെച്ച് അനുമോൾ അങ്ങനെ പറഞ്ഞതെങ്കിൽ പെട്ടെന്ന്, കാരണം ഇതൊന്നും മോഹൻലാൽ കാണിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ഇതിനുശേഷം ആര്യൻ കരഞ്ഞുകൊണ്ട് എനിക്ക് കൺഫെഷൻ റൂമിലേക്ക് പോകണം എന്ന് ആവർത്തിച്ച് പറയുന്നു. ഞാൻ ഈ വീഡിയോ ഇടുന്നത് വരെ അവൻ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടില്ല, വിളിച്ചൊന്നും അറിയത്തില്ല. ഓക്കെ, ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കേസ്, എന്തുകൊണ്ട് ഇത്രയും കഴിഞ്ഞ പ്രാവശ്യം ജിസേലിന്റെ ചുണ്ടിൽ അവളൊന്ന് ടച്ച് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കോലാഹലം സൃഷ്ടിക്കുകയും ഈ പറയുന്ന അനുമോളെ പിടിച്ചു തള്ളുകയും ചെയ്തു. അതിനുശേഷം ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് എന്താണ് എനിക്ക് ഇതിനെതിരായിട്ട് ആക്ഷൻ എടുക്കണം 100 വട്ടം പറഞ്ഞ ജിസേല് ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? എന്തുകൊണ്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇതെന്ന് വെച്ചാൽ അതിനെയും കട്ടി വലിയൊരു കേസാണ്, ഇത്രയും വലിയൊരു അലിഗേഷനാണ് അല്ലെ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അലിഗേഷനാണ് അല്ലെ. അത് ഒരു മോശമായിട്ടുള്ള രീതിയിൽ ബിഗ് ബോസിൽ വന്ന് കാണിച്ചു വലിയൊരു അലിഗേഷനാണ്. ഇത് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും അനുമോളെ പുറത്താക്കുമെന്ന് അറിയാമുള്ള ഈ ജിസേൽ എന്തുകൊണ്ട് അവിടെ ഒരു മൗനം പാലിക്കുന്നു? അതെന്റെ ക്വസ്റ്റ്യൻ ആണ്. അതുമല്ല, ഈ ഒരു വിഷയം നടക്കുമ്പോൾ, ഈ ഒരു ചർച്ച നടക്കുമ്പോൾ, ഈ ഒരു വഴക്ക് നടക്കുമ്പോൾ ജിസേൽ അവിടെ നിന്ന് ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജിസേൽ അവിടെ ഇതൊക്കെ ഈ ഡെമോൺസ്ട്രേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ജിസേൽ എന്തിന് എന്നെ ഇങ്ങനെയായിട്ട് കാണിക്കുന്നത്? അപ്പൊ അവൾക്ക് അവിടെ ഒരു പേടിയുണ്ട്. രണ്ടുപേരുടെ ഈ പറയുന്ന ബോഡി ലാംഗ്വേജിലും ഒരു പേടി ഉണ്ട് എന്നുള്ളതാണ്. ഇനി അനുമോൾ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോൾ ഈ ഒരു വിഷയം എടുത്തിടാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ ടേക്ക്. കാരണം അനുമോൾ പറയുന്നതിൽ ഒരു വിഷയമുണ്ട്. അനുമോൾ പറഞ്ഞ പുതപ്പിനുള്ളിൽ ഉമ്മ വയ്ക്കുന്നത് അനുമോൾ എങ്ങനെ കാണും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരും. മനസ്സിലല്ലേ? അനുമോൾ പറഞ്ഞ ട്രാൻസ്പെറന്റ് ആയിരുന്നു. ആ പുതപ്പ് ട്രാൻസ്പെറന്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല, നമുക്ക് കണ്ടിട്ട് അതൊരു ട്രാൻസ്പെറന്റ് ആണെന്ന് തോന്നുന്നില്ല. തൊട്ടടുത്ത് നമുക്കറിയാം അവര് 99.9% അവര് കിസ് ചെയ്തതായിരിക്കാം. അത് നമുക്ക് ഈ പറഞ്ഞ സാധാരണക്കാർക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഈ അനുമോള് കണ്ടു എന്ന് പറയുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ളപ്പം അനുമോള് കാണുന്നത് കിസ് ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ ഇവർ പുറത്ത് വിടത്തില്ല. ഒരു പെൺകുട്ടിയുടെ ഇതല്ലേ, അത് പുറത്ത് വിടത്തില്ല. ചെറിയ ടച്ചിങ്ങോ അതൊക്കെ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു ലൈനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു ലവ് ട്രാക്ക് ഒക്കെ തുടങ്ങി ആൾക്കാർ ആ രീതിയിൽ എടുത്തേനെ. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ബിഗ് ബോസ് അത് കാണിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പോൾ അനുമോൾ ഇങ്ങനെ പറയേണ്ടി ഇല്ലായിരുന്നു. അപ്പം ലാലേട്ടൻ വന്ന് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോൾ എന്ത് പറയും? പുതപ്പിനുള്ളിൽ അങ്ങനെ ഇതൊക്കെ നമ്മുടെ അസംഷനാണ്. അനുമോൾ പറയുന്നത് എന്താണ്? അസംഷനാണ്. അതായത് രാത്രി പുതപ്പിനുള്ളിൽ രണ്ടുപേരും അടുത്തടുത്തിരുന്നു, പക്ഷെ കിസ് ചെയ്യുന്നത് നമ്മൾ കണ്ടോ എന്നുള്ളതാണ്. അതാ പക്ഷെ അവർ കിസ് ചെയ്തിരുന്നുവെങ്കിൽ പുതപ്പ് മാറ്റിയിട്ട് അവർ കിസ് ചെയ്യില്ല എന്നുള്ളൊരു ലോജിക്ക് അവിടെ ഉണ്ട്. മനസ്സിലായോ? പുതപ്പിന് കിസ് ചെയ്ത് മറ്റാരും കാണാതെയാണ് അവർ കിസ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഈ പറയുന്ന പുതപ്പ് മൂടിയിരിക്കും. ഈ പുതപ്പ് മൂടിയിരിക്കുമ്പോൾ ആ പുതപ്പ് ട്രാൻസ്പെറന്റ് ആണ് എന്ന് അനുമോൾ വാദിക്കുന്നത് ശരിയാണോ എന്ന് നമ്മൾ അന്വേഷിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അനുമോളിൽ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം ഇതൊരു ചെറിയ വിഷയമല്ല, ഇതൊരു വലിയ വിഷയമാണ്. മനസ്സിലുണ്ട്? അതുകൊണ്ട് ആ ഒരു ലാഘവത്തോട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. നമുക്കിതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രൂഫ് കിട്ടിയില്ലെങ്കിൽ ഇത് വൻ പണിയാവും. ലാലേട്ടൻ ഇത് വന്ന് അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ, വേറെ നിവൃത്തിയില്ല. ഇതിനകത്ത് അനുമോൾക്ക് നല്ല വഴക്ക് കിട്ടാനുള്ള ചാൻസസ് ഒരുപാടുണ്ട്. കാരണം നമ്മൾ ഒരു അലിഗേഷൻ പറയുമ്പോൾ, അതും ഇങ്ങനെയുള്ള ഒരു അലിഗേഷൻ പറയുമ്പോൾ അത് കൃത്യമായിട്ട് പ്രൂഫ് ഇല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കണ്ടു എന്ന് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇനി ബിഗ് ബോസ് അതാ പക്ഷെ ഇവള് പറയുന്നത് ശരിയെന്ന് വെച്ചു, അനുമോള് പറയുന്നത് ശരിയാണ്. കാരണം സ്വന്തം അമ്മയെ തൊട്ട് പറയുകയാണ്, എന്റെ അമ്മയാണ് ഞാനിത് കണ്ടു, ഞാൻ നേരിട്ട് കണ്ടു എന്ന് പറയുമ്പോൾ സത്യം തന്നെ ആയിരിക്കും. അത് അപ്പാനി അവിടെ ഒന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് അപ്പാനി പറയുന്നുണ്ട്. അപ്പൊ അത് ഒരു പരിധി വരെ നമുക്ക് അവൾ പറയുന്നത് സത്യമാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇത് ബിഗ് ബോസ് കാണിക്കുമോ? ഒരിക്കലും കാണിക്കത്തില്ല. ഇങ്ങനെ കിസ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടെങ്കിൽ ബിഗ് ബോസ് ഇത് കാണിക്കുമോ? ഇല്ല. ബിഗ് ബോസ് കാണിക്കാൻ പോകുന്നത് നമ്മൾ കണ്ട സീനായിരിക്കും ചിലപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതല്ലേ നീ കണ്ടത്? ഇതിനകത്ത് അവർ കിസ്സാണ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് എങ്ങനെ വാദിക്കാൻ പറ്റും? അല്ലെങ്കിൽ ഒരു ആണും പെണ്ണും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഒരേപോലെ ചേർന്ന് കിടന്നെങ്കിൽ ഇതെങ്ങനെ നിങ്ങൾ ഉമ്മ വെച്ചു എന്ന് നിങ്ങൾ എങ്ങനെ വാദിക്കും എന്ന് ലാലേട്ടൻ ഈ പറയുന്ന അനുമോൾ ചോദിച്ച അനുമോൾക്ക് ഉത്തരമില്ലാതാകും. ഇതിനിടയ്ക്ക് ഈ കുത്തിത്തിരിപ്പിന്റെ റാണിയായ, ഏറ്റവും വലിയ കുത്തിത്തിരിപ്പിന്റെ റാണിയായ ബിന്നി ഇവിടെ വന്ന് ആര്യനോട് പറയുന്നുണ്ട്, നീ കിറ്റ് ചെയ്യുമെന്ന് പറയണം, നീ ഇത് കിറ്റ് ചെയ്യുമെന്ന് പറയണം, എന്നിട്ട് ഭയങ്കര എന്ത് ചെയ്യുന്നു, അത് ഭയങ്കര പ്രശ്നമാക്കി എടുക്കണം. മനസ്സിലായോ? നീ കൂടുതൽ ട്രിഗർ ചെയ്യും, കിറ്റ് ചെയ്യുമെന്ന് പറയണം, നീ വിട്ട് കളയരുത് എന്ന് ബിന്നി വന്ന് ഈ പറയുന്ന യമന് സ്ക്രൂ കൊടുക്കുന്നുണ്ട്. ആര്യന് സ്ക്രൂ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ
എല്ലാ വഴക്കുകളും കണ്ടുകൊണ്ടിരിക്കും. ഈ വഴക്കുകളെല്ലാം ഒന്ന് ഒതുങ്ങുമ്പോൾ പതുക്കെ വിളിച്ച് ഒറ്റയ്ക്ക് മാറ്റി നിർത്തി, അത് പറയുന്ന സമയത്ത് ഒരൊറ്റ മനുഷ്യർ കാണത്തില്ല, ഒറ്റയ്ക്ക് മാറ്റി നിർത്തി എവള് പറയുന്നത് മാത്രം അവന്റെ മനസ്സിൽ കയറണം എന്നുള്ള ബുദ്ധിയോടുകൂടി, എന്നുള്ള ചിന്തയോടുകൂടി കൃത്യമായിട്ട് അവന്റെ തലയിലേക്ക് ഈ സാധനം കുത്തിവെക്കുന്നുണ്ട്. കാരണം ബിന്നി അവിടെ പറഞ്ഞ കള്ളമാണ്, ഞാൻ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് മാത്രമേ കണ്ടു എന്നാണ് ബിന്നി പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല. ബിന്നി പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം, വീട്ടിൽ ആരെടുത്ത് ചോദിച്ചാലും അറിയാം അനുമോൾക്ക് എവനോട് ഒരു അടുപ്പം ഉണ്ടായിരുന്നു എന്ന് ബിന്നി തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അവിടെ ബിന്നി കള്ളമാണ് പറഞ്ഞത്. ഇനി അപ്പാനിയുടെ വിഷയത്തിൽ വന്നാൽ അപ്പാനി ആദ്യം എന്ത് ചെയ്തു? അപ്പാനി എണീറ്റിട്ട് പറഞ്ഞു, ഈ അനുമോൾ ഇത്രയും ആൾക്കാരെ ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം നടത്തുന്നുണ്ടെങ്കിൽ അതിൽ സത്യം ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് അപ്പാന് പറഞ്ഞ അപ്പാന് കുറച്ച് കഴിയുമ്പോൾ അപ്പാന് പ്ലേറ്റ് മാറ്റുന്നു. കാരണം എനിക്ക് തോന്നുന്നു അത് കാണിച്ചില്ല, മറ്റാരോ പറഞ്ഞു കൊടുത്തു, നീ ഇതിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിൻസിയുടെ കേസ് ഇതുപോലെയാണ് എന്ന് ആൾക്കാർ പറയും. അത് ആരോ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അത് മിക്കവാറും ബിന്നി ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ടബേനെ ഈ പറയുന്ന അപ്പാന് പ്ലേറ്റ് മാറ്റിയത്. മനസ്സിലായി? ഇത്രയാണ് ഞാൻ ഈ ലൈവ് കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇതിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇനി അടുത്ത ആഴ്ച വീക്കെൻഡിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു ചെറിയ ഒരു ഊഹം, എനിക്ക് തോന്നിയ ഊഹം പറഞ്ഞത് മിക്കവാറും അനുമോൾക്ക് നല്ല ഫയർ കിട്ടാനുള്ള ചാൻസ്. അതിനോടൊപ്പം ഈ പറയുന്ന ആർക്ക് നമ്മുടെ ആര്യനും, കാരണം അവരും പറഞ്ഞല്ലോ അവരുടെ പാന്റിൽ ഇങ്ങനെ എടുത്ത് വെച്ച് പൊക്കി, അതും ഒരു വലിയൊരു ആരോപണം തന്നെയാണ്. അതായത് എന്നെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നെ വളയ്ക്കാൻ വേണ്ടിയിട്ട് ഇവളെന്ത് ചെയ്തു, ഇവൾ ഇതിങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇവൻ ഒരിക്കൽ പ്രാർത്ഥന. ഇത് ഈ പറയുന്ന ഇത് തുടങ്ങി ഉടനീളം അവിടെ ആരൊക്കെയുണ്ട് അവരുടെ അടുത്തൊക്കെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവൾ എന്നെ വളയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ഇവൾക്ക് എന്റെ പൊസിറ്റീവ്നെസ് ആണ്, അല്ലെങ്കിൽ എന്നോട് അസൂയയാണ്, ഞാൻ അവരുടെ അടുത്ത് മിണ്ടുന്നത് അസൂയയാണ് എന്നൊക്കെ ഇവൻ പലവട്ടം പല ആവർത്തി അനുമോളുടെ മുഖത്ത് നോക്കിയും പറഞ്ഞിട്ടുണ്ട്. അത് കളി തമാശ രീതിയിലെങ്കിലും അതും ഒരു പെണ്ണിന്റെ സ്വഭാവ വൈകല്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമാണ്, ആണല്ലോ. അപ്പൊ അവൾക്കും അത് കംപ്ലൈന്റ് ചെയ്യാം. മനസ്സിലായി? അപ്പൊ ഇതാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടും. നമുക്ക് എടുക്കണം. ജയ് ഹിന്ദ്.